അണ്ണാ പറയടാ. റൈറ്റ് ടു ഡ്രൈവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നോക്കിയേ, ബൈക്ക് വെച്ചിട്ടുള്ളൂ. ഓക്കെ, എന്താടാ റൈറ്റ് ടു ഡ്രൈവ് ഒന്ന് സെർച്ച് ചെയ്താണ്. റൈറ്റ് ടു ഡ്രൈവോ? റൈറ്റ് ടു ഡ്രൈവ് എന്തോന്നൂടെ പറഞ്ഞേ? TRY ടു ഡ്രൈവ്. റൈറ്റ് ടു ഡ്രൈവ്. അതുണ്ടാ അത് നമ്മൾ ഓൾറെഡി മറ്റേ ജോണർ ടൈപ്പ് കളിച്ചില്ലേ, ഇത് കളിച്ചില്ല. ഇത് വിഷയമായിരിക്കും. ഇത് രണ്ടുപേരും സൈക്കിളില്. ഇതപ്പോ എങ്ങനെ കൺട്രോൾ ചെയ്യും? ഇത് ഒരാൾ ആക്സിലേറ്റർ, ഒരാൾ സ്റ്റിയറിംഗ്. വിഷയാവത്. എടാ ഞാൻ ഇത് അടിച്ചു പൊട്ടിക്കൂടാ ചിലപ്പോ. ഇത് ഇന്ന് തല്ലേ ഇത് കളിക്കാൻ പോ. ഇത് കളിക്കാൻ മറ്റേത് ഓൾറെഡി കളിച്ച് വെച്ചേക്കില്ല. ഇത് കളിച്ച് കണ്ടതല്ലേ ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആവും. ഇത് കളിക്കട്ടെ. എനിക്ക് ചാറ്റിൽ ഓടാവുന്നില്ല. ആരും ചാറ്റ് ഇടുന്നില്ല. ഇടുന്നുണ്ട്. ആണോ? നിക്ക് ഞാൻ എന്നാ മേടിക്കട്ടെ, ഗെയിം മേടിക്കട്ടെ. കേസ് ഒരു മിനിറ്റ്. നീ മേടിച്ചോളാ കണ്ണാപ്പി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ ട്രിഗർ ചെയ്തടാ. എന്നെ ട്രിഗർ ചോദ്യാണ്. എടാ എന്റെ ഇത് ഇതല്ലേ സ്ക്രീൻ ഹൈഡാ. നീ ദൈവം എന്നെ ട്രിഗർ ചെയ്യരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഒന്നാമതേ ഞാൻ ഞാൻ ഏറ്റില്ലേ അറിയാല്ലേ. ഞാനാണ് ഇങ്ങനെ കുറച്ച് കോപ്പ് ഗെയിംസ് കളിക്കുന്നുണ്ട്. നോക്കി വെച്ചിട്ടുണ്ടല്ലേ അണ്ണാ? അതെ 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 അതെ. അത് വെച്ചാൽ നമ്മള് കത്തിക്കും കേട്ടാ. അത് കത്തും. അത് നമ്മുടെ ബെസ്റ്റ് ഗെയിം ആയിരിക്കും കേട്ടാ. ഇത് കുറച്ചേ ഇൻസഫിഷ്യന്റ് ബാലൻസ് കാണിക്കുന്നുണ്ട്. അതെന്താ 250 രൂപ എടുക്കാനില്ലടാ നിന്റെ? അയ്യോ നൈസിനെ 0 എന്നൊക്കെ പറഞ്ഞ് പൈസ വിറ്റാ നോക്കിയോട്ടാ. എന്റെ ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന് കാണിക്കണത്. 250 രൂപ QR ഒക്കെ സ്ക്രീനില്. വലുതായൊരു QR. അയ്യോ, നമുക്ക് തൽക്കാലം കളിക്കാം. ഇത് എന്റെ ഇൻസ്റ്റാളായി കേട്ടാ. എന്റെ ഇൻസ്റ്റാളായി. എടാ എനിക്ക് എന്താ കമന്റ് ലോഡാവാത്ത ആരുടെയും? റീഫ്രഷ് ചെയ്ത് നോക്കിയാണ്. അല്ലെങ്കിൽ ഇതിൽ നോക്കിയേ, ബ്രൗസറിൽ നോക്കിയാ. എനിക്ക് 2 മോണിറ്റർ ഇല്ലടാ ഇവിടെ. മൊബൈലിൽ നോക്കാനില്ലേ? ഇവിടെ 2 മോണിറ്റർ ഇല്ലല്ലോ. ഇവിടെ എനിക്ക് 1 മോണിറ്ററല്ലേ ഉള്ളൂ. വേണം. എടാ നിന്റെ ഫേസ് ക്യാം വേണം. നീ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ലിങ്ക് തന്നെ പെട്ടെന്ന്. ഞാൻ ഇട്ടുതരാം. കണ്ടിക്കണ്ണാ അണ്ണാ സാധനത്തിന്റെ പേരെന്തായിരുന്നു? എടാ അതിന്റെ പേരെന്താണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നിഞ്ച വീഡിയോ നിഞ്ച. ശരി. കൈക്കെല്ലാം അറിയാലോ. വലുതായൊരു മരത്തിന്റെ മുകളിൽ ചെറുതായൊരു ഗെയിം മാറിയില്ല. ഇനിഷ്യലൈസിംഗ് സ്റ്റീം. എടാ പക്ഷെ മൗസ് വർക്ക് ആവുന്നില്ലടാ ഈ ഗെയിമിനകത്ത്. മൗസ് വർക്കിംഗ് അല്ല, ചുമ്മാ ഇത് കീബോർഡ് മാത്രമേ ഉള്ളോ? എടാ ഇത് ഉറപ്പായിട്ട് ഇത് ഒന്നെങ്കിൽ നീ TV ഒന്ന് പുറത്താവോ, അല്ലെ ഞാൻ എന്തെങ്കിലും തല്ലി പൊളിക്കും. ഇത് 2D ആണെന്ന് തോന്നപ്പോ ഗെയിം. ഇത് എത്ര പേര് കളിച്ചതറിയാവോ? ഇത് കുറെ പേര് കളിച്ചത്. കൊറേ പേരൊന്നുമില്ല, കുറച്ചുപേരെ കളിച്ചുള്ളത്. പ്രാന്ത് പിടിച്ചിട്ട് എല്ലാരും ഇറങ്ങിപ്പോയി. പിന്നെ നീ അയച്ചോ? ഇപ്പഴാണ് അയച്ചേ? ഇല്ല, ഞാൻ അയച്ചിട്ടില്ല. നിന്റെ അവസാനത്തെ ചാറ്റ് എന്താന്നറിയോ? അതാണ് ബാബു ഷേർട്ട് ആൻഡ് പാസ്വേഡ് ഇസ് ഈക്വൽ ടു 1212. വെയിറ്റ് ചെയ്യണം, ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. മെസ്സേജ് നിന്റെ ക്യാം അതിലില്ലല്ലോ. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്.
ആ ഉണ്ട് അതിന്റെ താടി ഇതിന് ഗത കാണണ ക്യാമില്. ഇപ്പൊ കാണാനല്ലോ അണ്ണാ, ക്ലിയർ അല്ലേ എന്റെ അകത്ത്? ആ ക്ലിയറാ. ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ ഇവിടെ. കണ്ടിക്കണ്ണാപ്പി അങ്ങനെയാണ് ഞാൻ പേരിട്ടിരുന്നത്. വന്നില്ല ഗൈസ്? വന്നോ? ഓഫൊക്കെ ചെയ്ത് നോക്കണം. എന്റെ റൂം മൊത്തം ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല. കട്ടിലെ ഷഡ്ഡി വരെ കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അണ്ണാ ഇപ്പൊ ഇത് കീബോർഡ് മാത്രമേ ഉള്ളല്ലോ അണ്ണാ പറഞ്ഞല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ന്യൂ ഗെയിം മൾട്ടിപ്ലെയർ മേക്കിംഗ് ലോബി. അണ്ണാ എന്റെ മൗസ് ഓഫ് ആയിട്ടോ. അല്ലല്ല എടാ MRC ഈഗിൾ. ആ ഞാൻ എങ്ങനെ കയറും? കസ്റ്റമൈസേഷൻ, ന്യൂ ഗെയിം, മൾട്ടിപ്ലെയർ. ഈസി വേണോ? ഏത് കൊടുക്കണം? ഈസി, നോർമല്. അൺറിയൽ എഞ്ചിന്റെ ഗെയിം അറിയാവുന്ന ഇതിലേതാടാ നോർമല്? ഈസി കൊടുത്തു, നോർമൽ എടുത്ത് നോക്കണ. അഡ്വഞ്ചേഴ്സ് അത് കൊടുക്കാം. നോർമൽ നോർമൽ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് കൊടുത്താ പോരെ? ഞാൻ എന്റെ കൂടെ കേറിയെന്ന് തോന്നുന്നു. ആ കേറിയോ? അതെ പ്ലെയർ സോട്ട് അവൈലബിൾ. റെഡി. ഇതിലൊരു പ്രശ്നമുണ്ട്. ലെഫ്റ്റ് ഇരിക്കുന്നവൻ സ്റ്റിയറിംഗാ ചെയ്യുന്നതെന്ന് തോന്നുന്നു. റൈറ്റ് ഇരിക്കുന്നവൻ ബാക്കിലാ. അല്ലല്ല അങ്ങനല്ല അണ്ണാ സ്വിച്ച് ചെയ്യാലോ. താഴെ നോക്കിയതോ? താഴെ സ്വിച്ചിങ് ഉണ്ട്. ഞാൻ റെഡി കൊടുത്തു കേട്ടാ. ഞാൻ റെഡി കൊടുത്ത്. അണ്ണാ എവിടെ സ്ക്രീൻ ഷെയർ? കണ്ണാപ്പി ഞാൻ ഇപ്പഴേ പറയുവാണ്, മര്യാദക്ക് കളിച്ച് തീർക്കണം ഇതേ. ആ ഇതിനകത്ത് എന്റെ പേര് കണ്ടല്ലോ നീ, MRC ഈഗിൾ. ഇതെന്താ കളിയാ? ഇതെന്താ? എടാ ഞാനാണോ ഞാനതിരിക്കുന്നേ? ഞാൻ ഫ്രണ്ട് നോക്കി ഇപ്പൊ സ്പേസ്. ഞാൻ ബാക്ക് നോക്കി. നോക്കട്ടെ, നീ ഒന്ന് ബാക്ക് നോക്കി. റെഡി 1 2 3 എനിക്ക് ഒരുമിച്ച് നോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ആ സൂപ്പർ ടൈമിങ്. റെഡി 1 2 3 സ്റ്റാർട്ട്. എടാ ഒരുമിച്ച് റെഡി 1 2 3 സ്റ്റാർട്ട്. സൂപ്പർ. ഇനി നീ എനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല കേട്ടാ, എനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഞാനാണ് ചവിട്ടുന്നല്ലേ? നീയാണ് ചവിട്ടുന്നത്, ഞാനാണ് തിരിക്കുന്നത്. AD തിരിക്കുന്നത് ഞാനാ. ഓക്കെ അണ്ണാ വേറെന്തുകൊണ്ടാണ് ടിൽറ്റ് കാണിക്കുന്നത്? എനിക്കൊണ്ട് ടിൽറ്റ് ഇതേ ഇപ്പൊ ഞാനല്ലേ തിരിക്കുന്നത്? അല്ലല്ല ഞാനാ തിരിക്കുന്നത്. ടിൽറ്റ് അതല്ല, ടിൽറ്റ് വേറെയാ. അപ്പൊ ഹോൾഡ് എന്താണ്? ഹോൾഡ് ക്യാമറ ടോപ്പിൽ വെക്കാം. അതെ ക്യാമറ ടോപ്പിൽ വെക്കാം. ഒരു മിനിറ്റ് ഇത് സെറ്റിംഗ്സിൽ പോയിട്ട് ശബ്ദം ഒന്ന് ഉറക്കട്ടെ. ഓഡിയോ നിന്ന് രണ്ടിലൊന്നേ. മൈക്ക് സൗണ്ട് കുറയ്ക്കോ? മ്യൂസിക് സൗണ്ട്. മ്യൂസിക് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി. മ്യൂസിക് സൗണ്ട്, കാറ്റ് ഇടിയൊക്കെ ഇതിന് കൂടുതലാ. പോരെ മ്യൂസിക് സൗണ്ട് കുറച്ച്. ആ കണ്ണാപ്പി തുടങ്ങാം. എടാ നമ്മുടെ ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ടൈമർ ആണല്ലേ? ഓ റീസ്റ്റാർട്ട് 6 ആണ് കേട്ടോ. ഓക്കെ. എന്താ ലേഔട്ട് അങ്ങ് എഴുതി കാണിക്കുന്നത്. ആ അത് കുഴപ്പമില്ല, അത് ഇടുന്നോട്ടാ. ഓക്കെ അല്ല ഇപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാനാണോ എന്താണ്? നീയാണ് സൈക്കിളിന്റെ ആക്സിലേറ്റർ. അതെ മനസ്സിലായ? നമ്മൾ ഒരേ ടൈമിങ്ങിൽ ചാടിയാലേ ഒരുമിച്ച് ചാടാൻ പറ്റത്തുള്ളൂ. ഞാനാണ് സ്റ്റിയറിങ്. AD കണ്ട വലത്തോട്ട് ഇതോട്ടും ഈസി. റൈറ്റിലോട്ട്. എടാ ബാക്കിലോട്ട് പോലെ റൈറ്റിലോട്ട്. അങ്ങനെ ചാട് ചാട് ചാട്. ഒരുമിച്ച് ചാടണം. എനിക്ക് ഒന്നുകൂടെ ബാക്കിലോട്ട്. റിവേഴ്സ് വന്ന് ഒരുമിച്ച് ചാടണേ. നിക്ക് ഞാൻ പറയാം. അവിടെ ചെന്നിട്ട് റെഡി 1 2 3 പറഞ്ഞാൽ എന്തിനാണ് ഇത്രയും ബാക്ക് പോകണ്ടെന്ന് ചവിട്ട് നിർത്താം. ആ റെഡി 1 2 3 സ്റ്റാർട്ട്. ചാടിക്കോ.
ഇവിടെ വെയിറ്റ് പയ്യപ്പോ വെയിറ്റ്. അവിടെ ഒരു ചുറ്റികയുണ്ട്. നേരെ പോട്ടെ. എടാ ഞാൻ നിന്നോട് പയ്യെ പോവാനല്ലടാ പറയണ, നീ ഫ്രണ്ടിലോട്ട് ചവിട്ടല്ലേടാ കണ്ണാപ്പി. ചവിട്ടി വിടാൻ പറഞ്ഞ അടുത്ത് വിട്. ഞാനല്ലേ ഓടിക്കുന്ന മറന്നു. പ്രശ്നമില്ല. ഞാൻ കുറച്ച് റൈറ്റിലോട്ട് പിടിച്ചു വെക്കണം. ഒരു വട്ടം പോയിട്ട് പോണേ. റെഡി വെയിറ്റ്. ഇത് എനിക്ക് വളക്കിയല്ല, ഇത് നിന്റെ കയ്യിലാ ഇതിന്റെ ടൈമിങ് ആണല്ലേ. എങ്ങോട്ട് കറക്റ്റ് പോണേ. കറക്റ്റ് സ്ട്രൈറ്റ് ആണ് ഇരിക്കുന്നത്. ആ എങ്ങനാടാ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറ്റണ നിനക്ക്? പിടിച്ചിരുന്നോ? മാത്രമേ എനിക്ക് പൊക്കാൻ പറ്റത്തുള്ളൂടാ കണ്ണാപ്പി. ബാക്ക് നീ പൊക്കണോടാ. അങ്ങനല്ല, ഇത് സബ് ഓർഡറിൽ മനസ്സിലായിട്ട് മെക്കാനിസം. എടാ നിനക്ക് മനസ്സിലായില്ലടാ, രണ്ടുപേരും ചാടണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പം ഞാനിപ്പോ ഇങ്ങനെ ഓടിക്കുക, ഇതിപ്പോ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇത് മറി കിടക്കണമെങ്കിൽ അണ്ണനല്ലേ ചാടണ്ട? ചാടിക്കേ. ഇത് ചാടണ്ട, അങ്ങനല്ലേ ഇപ്പം ഇത് കണ്ട ഫ്രണ്ട് മാത്രമേ എനിക്ക് പൊക്കാൻ പറ്റത്തുള്ളൂ. കണ്ട ഇത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഒരേപോലെ ടൈമിങ്ങിൽ ചാടി ആ ചക്രത്തിൽ നിക്കണം. മനസ്സിലായ? അയ്യോ അവിടെ ആ ജമ്പല്ല വേണ്ടത്. പിന്നെ അണ്ണ എച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചേ. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നുണ്ട്. ഹോൾഡ് ചെയ്ത് പിടിച്ചോ. സ്പേസ് ആണോ? സ്പേസ്, സോറി. സ്പേസ് ഹോൾഡ് ചെയ്ത് പിടിച്ചേ. ഹോൾഡ് ചെയ്ത് പിടിച്ചോ. 3, 2, 1 വിട്. ഒന്നും സംഭവിച്ചില്ല. എനിക്കൊന്നും സംഭവിച്ചില്ല. എടാ മന്ദബുദ്ധി, അതല്ലേ ഞാൻ പറഞ്ഞു. നീ അതിന് നേരെ അപ്പുറം പോകുന്ന ഞാൻ പറയുമ്പോ ഒരുമിച്ച് സ്പേസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിപ്പയർ കൂപ്പ് ജമ്പ്. കണ്ടാ നമ്മള് എന്ന് വെച്ചാലേ കൂപ്പ് ജമ്പ് എന്ന് പറഞ്ഞ എന്താ? കൂപ്പ് ജമ്പ് അല്ലടാ, കോപ്പ് ജമ്പ്. അത് ഒരുമിച്ച് ജമ്പ് ചെയ്യാൻ. ഇതിനപ്പുറം എത്തിക്കും. ആദ്യം ഇതിന്റെ അപ്പുറത്ത് എത്തിക്കും. ഞാൻ ചാടിക്കോളാം. ടയർ ഉരുക്കിയല്ലോട്ടെ. നേരെ ഹാൻഡിലേക്ക് മാത്രം. നീ വീണ്ടും എന്തിനാ കുഴി കൊണ്ടിട്ടത്? പോട്ടെ ചാട്. ഞാൻ കുറച്ച് നേരത്തെ സ്ലോ ഡൗൺ ചെയ്യല്ലേടാ കണ്ണാപ്പി. അടല്ലേ അവിടെ കൊണ്ട് വണ്ടി നിർത്തണോ? അവിടെ നിർത്തണ്ട. എടാ അത് പാസ്സായി പോയിട്ട് ആ ടൈമിങ്ങിൽ നമ്മൾ ഒരുമിച്ച് സ്പേസ് ഞെക്കി ചാടുവാ. എടാ എന്തിനാണ് റിവേഴ്സ് വന്നേ? അതല്ല അണ്ണ നേരത്തെ സ്പേസ് ചെക്ക് ചെയ്ത് അവിടെ നിർത്തത്തില്ലെന്നല്ലടാ പറഞ്ഞേ. അണ്ണൻ ജംഗ്ഷനിലൊക്കെ നിർത്തുന്നവരെ ഫ്രണ്ട് ഒറ്റ പൊക്കല്. എടാ ഒന്ന് പോയടാ കണ്ണാപ്പി. അതായത് ഇത് പറ്റിയേ. ഓക്കെ വെയിറ്റ് ചെയ്യേ. നമ്മള് ഫസ്റ്റ് റൗണ്ട് ആയോട്ടല്ലേടാ. ബാക്കേ പൊക്കിയുള്ളണ്ടാ. ചാടിയതായിരുന്നടാ. ഒന്നുകൂടെ അല്ല, ഒരു കാര്യം ചെയ്യാം. നീ അപ്പുറത്തോണ്ട് നിർത്ത്, നമുക്ക് ഒരുമിച്ച് ചാടാൻ നോക്കാം. അപ്പുറത്ത് എന്ന് വെച്ചാ ഇതിന്റെ അപ്പുറത്ത്, ഈ ചുറ്റിയുടെ അപ്പുറത്ത് എത്തിക്കന്നെ എങ്ങനെങ്കിലും. ഒരു കാര്യം പറയട്ടെ, കാര്യം ശ്രദ്ധിച്ചോ? ആ റൈറ്റിലോട്ടുള്ള വഴി ചാടി കഴിഞ്ഞാൽ അതുവഴി ഞങ്ങൾക്ക് പോകാൻ പറ്റും. നോക്കിയേ. ഇല്ല, നമുക്ക് ഇത് ഒരു ട്രൈ കൂടെ ചെയ്ത് നോക്കാം. വാ. ഈസി കണ്ണാപ്പി. എടാ ബാക്ക് പൊക്കടാ. സ്പേസ് എങ്ങോട്ട് പൊങ്ങുന്നില്ല. അണ്ണ റെഡി ആയിരുന്നോ? ഇത് റിവേഴ്സ്. അവിടെ എന്തൊരു കുഴി. ഹലോ. എടാ അവിടെ കൊണ്ട് നിർത്താനല്ലടാ കോള് കണ്ണാപ്പി. അണ്ണൻ പറഞ്ഞ ഓടിച്ചു പോയായിരുന്നു. എടാ എന്തിനാ? എടാ അപ്പുറത്ത് നിർത്തടാ.
ഓക്കെ ഇനി നിർത്തുകയാണ് നമ്മള്. അണ്ണാ എന്റെ ഒരു കിടില ഐഡിയ ഉണ്ടണ്ണാ. നമ്മൾ ഈ ചുറ്റിക കഴിഞ്ഞു പോന്ന് എന്നിട്ട് അതിന്റെ അടുത്തുനിന്ന് റിവേഴ്സ് വരാം. അവിടെ കൊണ്ട് അറ്റത്തോണ്ട് നിർത്തിയിട്ടേ. ഓക്കെ എങ്ങനെ പറ്റണടാ ഇങ്ങനെ ജീവിക്കാൻ? ഓക്കെ അല്ലേ? ഓക്കെ ഇതിന്റെ ബ്രേക്ക് ഏതാ? ജസ്റ്റ് മിസ്സാണ്, കുണ്ടിക്കടിക്കുകയാ. ഇനി ഫ്രണ്ടിലോട്ട് പോകുന്നു, ചാടുന്നു. ഓക്കെ ഓക്കെ റെഡി 3 2 1 സ്റ്റാർട്ട്. ഇപ്പഴാടാ ചാടണ്ടേ? അണ്ണൻ ചാടിയില്ല, ഞാൻ ചാടി. അണ്ണൻ ചാടിയില്ല അണ്ണൻ. നീ ഇത് ടൈമിങ്ങിൽ കറക്റ്റ് എത്തിച്ചേ അവിടെ. ഓക്കെ ഓക്കെ സെൻസിറ്റീവ് ആണ് ഇതിന്റെ ആക്സലറേഷൻ. ആഹാ ഇതൊക്കെ എങ്ങനെയാണ് കണ്ണാപ്പി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണേ? പോട്ടെ അണ്ണാ ഇതിൽ ഞാൻ അപ്പുറത്ത് എത്തിക്കേ. അടുത്തല്ലേ അപ്പുറത്ത് എത്തിക്കാണ. ഞാൻ ട്രൈ നോക്കട്ടെ. സ്പേസ് ഹോൾഡ് ചെയ്തിട്ട് വിടുമ്പോ ചാടുന്നില്ലടാ. അല്ല ഇത് നേരെ മേളിലോട്ട് ചാടാനാ. നീ ഒന്ന് ഞെക്കി പിടിച്ചേ. ഞെക്കി പിടിച്ചല്ലേ? ഞെക്കി പിടി വിടല്ലേ? കണ്ടോ? എന്നിട്ട് ഞാൻ ടാപ്പ് ചെയ്യുമ്പോ അത് പൊങ്ങിച്ചാടും. മനസ്സിലായ? ഓ അങ്ങനെയാണല്ലേ. ഓക്കെ ഇപ്പൊ കണ്ട അണ്ണാ എനിക്കൊന്നും ഇതാണ് ചെയ്യേണ്ട അവിടെ. അല്ല എടാ, ഇത് നേരെ ഫ്രണ്ടിലോട്ട് നേരെ മുകളിലോട്ടേ പൊങ്ങുള്ളൂ. ഇത് ഫ്രണ്ടിലോട്ട് പോകണ്ടേ? എനിക്കൊന്ന് ഈ ഫോഴ്സ് ഇതാണ് ചെയ്യേണ്ടത്. അണ്ണൻ നോക്കിയെന്ന് ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് അണ്ണൻ ഇടത്തോട്ട് സ്റ്റിയറിംഗ് ഇടത്തോട്ട് പിടിച്ചേ, വലത്തോട്ട് ഒടിച്ചു വെച്ചിരിക്കുക. ഒടിച്ചോ. ഓക്കെ ഒത്തിരി ഒടിച്ചില്ല. ഇനി അങ്ങനെ അതാ ഇത് ഇച്ചിരി കൂടെ അല്ലേ അണ്ണാത്തെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാതെ. എപ്പോഴും നീ നേരെയല്ലേ പോണേ? ഞാൻ ഞെക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ ഓക്കെ 3 2 1 പൊലയാടി അവിടെ ചെന്നിട്ട് ഞെക്കി പിടിക്കാൻ സമയം തരാൻ നീ അല്ലേടാ പറഞ്ഞേ? മിസ്റ്റേക്ക് ആയിരുന്നത്. നീ ആക്സിലേറ്റർ വിടല്ലേ ചാടാൻ നേരം? ഇതിന്റെ ബ്രേക്ക് എവിടാണ്? എന്റെ ബ്രേക്ക് ഇല്ല കേട്ടോ ഇതിന്. എസ് ആണ് കേട്ടോ ബ്രേക്ക്. പിന്നെ എസ് അല്ലാതെ ഏതാണോ ബ്രേക്ക്? അല്ല എസ് ബാക്കിലോട്ട് പോകുന്നു, അതല്ലേ ആ കുഴി പോയി വീഴും. അങ്ങനെയല്ലടാ നോർമൽ റേസിംഗ് കാർ ഗെയിംസിലെല്ലാം. സോറി അല്ല, ഞാൻ സ്പേസ് ആണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. നമ്മള് അല്ലെങ്കിൽ റേസ് ചെയ്യുമ്പോ ബ്രേക്ക് പിടിക്കാറുണ്ടോ? അതിലൂടെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്ന ഉറക്കം വരുന്നില്ല അണ്ണന്. ആടും കണ്ടിട്ട് കണ്ണിലിങ്ങനെ പണ്ട് പറ്റ ടോമാറ്ററിലൊക്കെ അടിക്കുന്ന സാധനം പോണേ. ആഹാ ഇച്ചിരി കൂടെ ഒന്ന് ആഞ്ഞടിച്ചായിരുന്നേ. നീ റൈറ്റ് പോയി ഇവിടെ വാ, ചാടി ഇപ്പുറത്ത് കിടക്ക്. നീ ഞാൻ മറ്റേ സാധനം ഞെക്കി പിടിച്ചേ. ഞെക്കി പിടിക്കാൻ കുറച്ചില്ലമ്മ. ഞാൻ അത് വന്ന് കുറച്ച് സ്പീഡി വാ. എന്നിട്ട് ഞാൻ ടാപ്പ് ചെയ്തേ ഉള്ളേ. ഞാൻ ഞെക്കി പിടിച്ചു.
ആ ആ ആ ആ ആ ചാട് ചാട് അണ്ണ പറ്റി പറ്റി നീ ഒന്നുകൂടെ ഞെക്കി പിടിച്ചേ ആ. ആ ഇനി ഫ്രണ്ടിലോട്ടാക്ക് ആ ഫ്രണ്ട് വീല് കയറി ആ ഫ്രണ്ട് വീല് കയറി ആ അണ്ണ ഈ റിവേഴ്സ് എടുത്തണ്ണ നിക്ക് ഞാൻ ബാക്കി നോക്കാം. റിവേഴ്സ് എടുക്കുന്നത് നീയാടാ ആ തൊളയെ കൂടെ പോകാൻ പറ്റുമോ? പറ്റൂലല്ലേ? ഇല്ല കുറച്ച് റിവേഴ്സ് ഞാൻ ക്യാമറ ഇട്ടെ ഇതങ്ങനെ പോകാൻ പറ്റത്തില്ല. അമ്മ ഇതിൽ കൂടെ തന്നെ പോവാ ഇതിൽ കൂടെ പോകാൻ പറ്റൂ. ആ പോട്ടെ ഈസിയാണ്. നീ അവിടെ നിന്ന് ഞെക്കി പിടിച്ചാൽ മതി. അവിടെ ഇത് കഴിയുമ്പോൾ ഞെക്കി പിടിക്കണം. ഞാൻ ഇപ്പൊ ടാപ്പ് ചെയ്യേ. ഇത് കഴിയുക പാസ് ചെയ്യുക ഞെക്കി പിടിക്കുക ഞാൻ ഞെക്കുക. ഈസിയാണേ. റെഡി 1 ആ കോൺസെൻട്രേറ്റ്. ആ അണ്ണാ ഇടത്തോട്ട് പിടി. ഇടത്തോട്ട് സ്റ്റിയറിംഗ് അങ്ങനെ പിടിച്ചാൽ ഇടത്തോട്ടേ പോകത്തുള്ളൂ. ആ ഇടത്തോട്ടല്ലേ പോട്ടെ. ഇത് അങ്ങനല്ല. എന്താ ചെയ്യാൻ പോകുന്നത് ഇനി? കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് നീ ഞെക്കി പിടിക്കണം. അന്നേരം ഞാൻ ടാപ്പ് ചെയ്യും. അപ്പൊ നീ ആക്സിലേറ്ററും കൊടുക്കണം. നടക്കത്തില്ലത്. വർഷത്തിൽ എണീറ്റ് പോകാൻ പറ്റും. എന്നാ ഞാൻ ഒരു പറട്ടെ, ഇതിപ്പോ അണ്ണ പറ ഐഡിയ സ്പേസ് ഒന്നെണ്ണ ഞെക്കി ഇത് എവിടെ വരെ പോകും നോക്കാം. W ഞെക്കി ഇത് ഇങ്ങനെ പോന്നെ കണ്ടാ. അങ്ങനെ ഇങ്ങനെ പോന്നേ. നീ ഫ്രണ്ടിലോട്ട് മനസ്സിലായില്ലേ? ഫ്രണ്ടിലോട്ട് കാര്യം മനസ്സിലായില്ലേ? നീ അപ്പുറത്തുനിന്ന് എത്തിച്ചേടാ കണ്ണാപ്പി എങ്ങനെയും. ഓക്കെ ഇത് അണ്ണന് ഫ്രണ്ട് പൊക്കി ഓടിക്കാൻ പറ്റും ഇത്. ആ ഞാൻ ടാപ്പ് ചെയ്തോളാം. നീ അപ്പുറത്ത് റെഡി 1 2 3 പറഞ്ഞ് ടാപ്പ് ചെയ്തോളാം. നീ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ടാപ്പ്. ഓക്കെ അണ്ണിങ്ങനെ സ്പീഡി ഓടിക്കാതെ. എടാ പോലെ ഞാനാണോടാ ഓടിക്കുന്നേ? എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ ഇതില്. സ്പേസ് ടാപ്പി. ഫ്രണ്ട് വീൽ നിലത്ത് കുത്തിയിട്ടില്ല. ഇത് റീസ്റ്റാർട്ട് ചെയ്യണം. ആ ഇത് തന്നെ. ഇനി നീ W പ്ലസ് സ്പേസ് ഒരുമിച്ച് വെക്കണം. റെഡി 3 2 1 സ്റ്റാർട്ട്. ഞെക്കിയോണ്ടാ ചാട്. നീ ചാടിയില്ല ഈ വട്ടം. എന്റെ ഫ്രണ്ട് മാത്രമേ പൊങ്ങിയുള്ളൂ. ഇല്ല ബാക്ക് പൊങ്ങുന്നില്ല. സ്പേസിൽ ഞെക്കി പിടിക്കരുത്. ടാപ്പ് ചെയ്യണം. ടാപ്പ്. നീ ടാപ്പ് ചെയ്തേ. കണ്ട ഇത് കണ്ടോ? നീ നമുക്ക് ഒരുമിച്ച് ടാപ്പ് ചെയ്യാം. റെഡി 1 2 3 റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. കണ്ട റെഡി 1 2 3 സ്റ്റാർട്ട്. കണ്ട റെഡി 1 2 3 മുമ്പ് റെഡി 1 2 3 സ്റ്റാർട്ട്. കണ്ട ഇങ്ങനെ. അണ്ണ സ്റ്റാന്ന് പറയുമ്പോ ഞാൻ ഞെക്കണം. കാരണം അണ്ണന്റെ റാപ്പിഡ് ടിക്കറാ. ഓക്കെ. എന്റേത് സാധായ. റെഡി 1 2 3 സ്റ്റാർട്ട്. ആക്സിലേറ്റർ തിരിച്ചിലാണ്. ഓക്കെ കുറച്ചുകൂടെ ബാക്ക് വരും. നീ സൈഡിലോട്ട് ആക്കി നോക്ക്. കുറച്ചുകൂടെ ബാക്ക് വരും. അത്രയും കുറച്ചുകൂടെ ബാക്ക് വരും. ഫ്രണ്ടിലോട്ട് എന്തിനാ? വണ്ടി പോകുന്ന ഇറക്കത്തിലെ വണ്ടി ഇറക്കുന്നേ. ഓക്കെ റെഡി 1 പോട്ടെ. അണ്ണ സ്റ്റാർട്ടങ്ങ് പറഞ്ഞു നോക്കിക്കോണം. സ്റ്റാർട്ട് പറഞ്ഞാൽ മതി. റെഡി 1 വേണ്ടേ? സ്റ്റാർട്ടങ്ങ്. ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് വേണം ചാടാൻ. ആണോ? അങ്ങനല്ലേ നമുക്ക് ഈ ഉരുണ്ട് വരുന്ന ഫ്ലോ ചാടണമെന്ന് എനിക്ക്. അതാ ഞാൻ പറഞ്ഞു ഉരുണ്ട് വരുന്ന ഫ്ലോ ചാടാം. റെഡി 1 2 3 പോട്ടെ. ഫ്രണ്ടിലോട്ട് പോട്ടെ. ഞാൻ ചാടിയില്ല. കണ്ണാപ്പി ഇത് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒറ്റ പോക്ക്. നീ ഇവിടെ ഒറ്റ പോക്ക് ചാട്ടം. മനസ്സിലായോ? കോൺസെൻട്രേറ്റ്. ചാടിയോ? എടുക്കാൻ പോയതാണ് ഇപ്പൊ ചെയ്ത്. അത് തന്നെ സാധനം. പോട്ടെ. അയ്യോ സാരം എത്തിച്ച്. അതങ്ങ് ചെയ്താൽ ഇപ്പൊ ചെയ്ത പോലെ. പോട്ടെ. കണ്ടും പൂട്ടി നേരെ വിട്ടോ. റീസ്റ്റാർട്ട്. വാ പോട്ടെ. അവന്റെ ടൈമിംഗ് അനുസരിച്ച് പോട്ടെ.
ആ ചാടിക്കോ. ഞാൻ കുറച്ച് നേരത്തെ ലേറ്റ് അല്ല, നേരത്തെ നേരത്തെ ആ ചാട് അണ്ണാ. ചാടണ്ട. ചാടിയില്ല. അത് ചാടിയില്ല. ഫ്രണ്ടാ പൊങ്ങിയത്. അണ്ണാ ചാടണ്ട. വണ്ടി ചെരിഞ്ഞാലും ചാട്. ആടുന്നുണ്ടാ. അണ്ണ സ്റ്റാർട്ട് പറഞ്ഞില്ല. റെഡി 1 2. അണ്ണാ ഞാൻ സ്റ്റാർട്ട് പറയാം, അപ്പൊ അണ്ണ അങ്ങ് ഞെക്കണം. ഓക്കെ എന്നാലും നടക്കും. സ്റ്റാർട്ട്. അണ്ണ ഇച്ചിരി നേരത്തെ ആയി പോയില്ലേ അണ്ണാ ഞെക്കിയത്. സ്റ്റാർട്ട് സ്റ്റാർട്ട്. അയ്യോ 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 എടാ, ഇച്ചിരി അണ്ണ ഓക്കെ ആ, ആ. അണ്ണാ വാ, അണ്ണാ വാ, വാ, come on. Start ചെയ്യ്. Wait ചെയ്യണ്ണ. നീ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോഴാണ് വെയിറ്റ് ചെയ്യണ്ടാ. Come on, come on. ചാട്. അണ്ണാ ചാടിയടാ. വരുന്നില്ലടാ അത്. ചാട്. എടാ, നീ രണ്ടോട്ടം വെയിറ്റ് എന്തിനാ? അല്ല ഞാനേ അണ്ണാ അണ്ണന്റെ അടുത്ത് ചാടാൻ പറഞ്ഞിട്ട് ഞാനും സ്പേസ് ആക്കി പോയ. എടാ 19 മിനിറ്റ് ആയടാ. ഓക്കെ ഓക്കെ കമോൺ. ഇത് നമ്മുടെ ചാട്. ചാടാ, ചാട്. ചാടാ, ചാടാ. ചാടിയില്ല, ഞാൻ ചാടിയില്ല. അണ്ണ ഇപ്പഴേ എനിക്ക് ഇതിന്റെ ഗുട്ടൻസ് മനസ്സിലായി. സംഭവം എന്താ വെച്ചാലേ ഇത് നമ്മൾ ലോങ്ങിന്ന് പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നല്ല ഫോഴ്സ് നമുക്ക് ചാടാൻ പറ്റും. ഓക്കെ അണ്ണ തിരിച്ചാ മതിയേ. ഓക്കെ അണ്ണ തിരിച്ചാ മതി സാധനം. ചാടിയത് ചാടാൻ എന്താണ് ചിരിച്ചോണ്ടിരുന്നോ അണ്ണാ? ചാടി 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 ചാട്. ഇനി ചാടല്ലേ, ഇനി ചാടല്ലേ, ഇനി ചാടല്ലേ. കുഴപ്പമില്ല കുഴപ്പമില്ല, ഗുഡ് ട്രൈ ആയിരുന്നു അണ്ണാ. ഇപ്പൊ ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. ചാടാൻ പറ്റിയില്ലടാ അണ്ണാ. ഞാൻ പറയുമ്പോ അണ്ണാ ഞെക്കിക്കോണേ. ഓക്കെ ചാട്. അയ്യോ ഇച്ചിരി അണ്ണ ഇച്ചിരി നേരത്തെ ഇച്ചിരി നേരത്തെ അണ്ണാ. എഡ്ജ് എത്തുമ്പോ ചാടിയാ മതി, മനസ്സിലായോ? ഓക്കെ ഓക്കെ. നീ എന്തിനാണ് ഇവിടെ നിന്നൊക്കെ സ്പേസ് ചെക്കുന്ന കണ്ണാപ്പി? വിറച്ച് ചെക്കിയതല്ലേടാ. ഓക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് ഇതിന്റെ ടാസ്ക്. അന്നേരം നിങ്ങൾ മാപ്പ് മാറ്റാൻ പറയണത് എന്താ? ഇതല്ലേ അതിന്റെ രസം. ഈസി ആയിട്ട് പോകുമ്പോൾ എന്താണ് രസം? ഈസി ആയിട്ട് പോകുക എന്താണ് പിന്നെ? ഇത് തന്നെ പുഷിംഗ് ടൂതർ കളിച്ചപ്പോഴും ഇത് തന്നെ, ചെയിൻ ടൂതർ കളിച്ചപ്പോഴും ഇത് തന്നെ. പിന്നാണോ ഇതില്? അല്ലേടാ. അവിടെ നീ ചവിട്ടുന്ന എന്തിനാടാ? പെടലിന്ന് കൈകാലം എടുക്കുന്നേരം പറന്നവിടെ വീഴൂലേ? ശരിയല്ലേ, അത് ഞാൻ വിട്ടുപോയണ്ണ. അണ്ണനെന്താ എസ് ഡി ചക്കായേ ഡബ്ല്യു ഞെക്കി പിടിക്കുന്നുണ്ടല്ലേ ആ ഒരു ഫ്ലോയ്ക്ക്. നീ ഇത് ഓക്കെ എടാ വെയിറ്റ്. ഇതിൽ നമ്മള് ചാടി അവിടെ പോയി നിൽക്കുവാണേ. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സ്പേസ് വെക്കുന്നു. അണ്ണ എന്തിനാ ഇപ്പൊ സ്പേസ് വെക്കിയേ? നീ പോട്ടെ. ഓക്കെ ഓക്കെ അണ്ണാ. ഞെക്കേ അണ്ണാ. വന്നില്ലടാ, ഞാൻ ഞെക്കിയതാടാ. ആ വാ സ്റ്റാർട്ട്. നമുക്ക് പറ്റും. നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ കണ്ണാപ്പി. ഇത് കണ്ണാപ്പി കുറച്ച് റിവേഴ്സ് പോ. ഇല്ല ഇങ്ങനെയല്ല, ഇതല്ല ഇത് ഇതിയാടി വരത്തില്ല. കുറച്ച് റിവേഴ്സ് പോ. എന്നിട്ട് നമ്മൾ 3 2 1 പറഞ്ഞാ ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് നീ ഫുൾ പവർ ചവിട്ടുന്നു, നമ്മൾ ചാടുന്നു. ഓക്കെ അണ്ണ കറക്റ്റ് ടൈമിങ് ചാടിയാലേ നടക്കത്തുള്ളൂ ഇത്. ഓക്കെ റെഡി 1 2 3. ഞാൻ ഞെക്കുവാണ് അണ്ണാ. ചാട്. ഇങ്ങനെ വല്ല കയറ്റാൻ പറ്റുവാ? ചാട്. അത്രേ ഉള്ളൂ. നമ്മള് കുറച്ചുകൂടെ സ്ട്രൈറ്റ് ആക്കി. ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് പോ. കുറച്ച് ഫ്രണ്ടിലോട്ട് പോ. കുറച്ച് ബാക്കിലോട്ട് വാ. കുറച്ചുകൂടെ. കുറച്ചുകൂടെ.
ആ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വാ. മതിയോ സ്ട്രൈറ്റ് ആവട്ടെ, സൈക്കിൾ സ്ട്രൈറ്റ് ആവട്ടെ. ഓക്കെ പോരെ. എന്നിട്ട് ഇനി ഫ്രണ്ടിലോട്ട് ഞെക്കിട്ട് ചാട്. ഫ്രണ്ടിലോട്ട് 1 2 അണ്ണാ ഞാനിപ്പോ ഞെക്കിട്ട് അണ്ണന്റെ സ്റ്റാർട്ട് പറയുമ്പോ അണ്ണ ചവിട്ടിക്കോണേ, അല്ല സ്പേസ് ആയിക്കോണേ. സ്റ്റാർട്ട്. നീ ചാടിയില്ല, ഫ്രണ്ട് മാത്രമേ പൊങ്ങിയുള്ളൂ. ആണല്ലേ, കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടി. എനിക്ക് അതിന്റെ കേറുന്നതിന്റെ ഫ്ലോ മനസ്സിലായി, അത്രയും വീഴ്ചകളിലൂടെ. ഞാൻ ചാടി, നീ പൊങ്ങിയില്ല, നിന്റെ പൊങ്ങിയില്ല, ബാക്ക് പൊങ്ങിയില്ല. പൊങ്ങിയില്ലണ്ണ. ചാട്. അടാ കേറോ ഇത്, കേറോ. അടാ ഇത് കേറോ. ഞാൻ ഒരു കാര്യം, ഞാൻ സ്പേസിലേക്ക് കേറ്റ നോക്കുവാണേ. നമ്മള് കേറുന്ന 100 ട്രൈ ആയടാ, 100 ട്രൈ. 302 ആയി ഇപ്പം. ഓക്കെ റെഡി 1. ഒന്ന് റീസെറ്റ് അടിക്കുക. ഓക്കെ ടേക്ക് എ ഡീപ് ബ്രത്ത്. ഓക്കെ ഇതിനായിരുന്നോ? ഓക്കെ ജമ്പ് ജമ്പ്. വണ്ടി കൊണ്ടോടിക്കേ. ഞാൻ ഒരു മണ്ടനല്ലേ അണ്ണ. സത്യം. അണ്ണാ അണ്ണാ ഓക്കെ അണ്ണാ ജമ്പ്. നീ ചാടിയില്ല. ഞാൻ ചാടിയില്ലല്ലേ. ഇല്ല. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ജമ്പ്. ഓ അണ്ണന്റെ ഇച്ചിരി നേരത്തെ ടൈമിങ് ആയിട്ടിപ്പോയി. അങ്ങനല്ലല്ലോ ഇതിന്റെ ടൈമിങ്. അതിന്റെ ടൈമിങ് ഞാൻ പഠിച്ചാണ്, അതിന്റെ ടൈമിങ് ഞാൻ പഠിച്ചു. അത് ഈ നോക്കി ഞങ്ങൾ നിന്നും പോകും കേട്ടാ. അണ്ണാ ലെഫ്റ്റിലോട്ടൊന്നും തിരിക്കണേ, ഇല്ല നമ്മള് നേരെ അങ്ങ് പോവേ. അണ്ണാ ഓടിച്ചളി കേക്കല്ലേ. ഇല്ലാത്തൊരു ഐഡിയയിൽ ഇച്ചിരി ബുദ്ധി ഒന്നാണ്. അന്നെന്തൊരു പെടലിക്ക് എന്തൊരു ഫോൺ വിളിക്കണം. ചാടേ അടാ.